ഇങ്ങനെയൊക്കെ 100,000 കൺഫ്യൂഷനുകളിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. രാമൻ, ആ മഹാത്മാവ്, ഭഗവാന്റെ ജന്മദിനമാണ്, രാമനവമിയാണ്. ആ രാമനവമി ദിവസം നമ്മൾ ഹനുമാനെയും രാമനെയും ഒക്കെ ഗാനമേള നടത്തിയിട്ടും ചെണ്ട കൊട്ടിയിട്ടും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞതോ പഠിപ്പിച്ചിട്ടുള്ളതോ എന്തെങ്കിലും ജീവിതത്തിൽ ഇന്നേ വരെ പകർത്തിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെന്താ ചെയ്യണം? കർക്കിടക മാസമായ 1980 വരെ രാമായണ മാസമൊന്നും കേരളത്തിലില്ല. രാമായണം വീടുകളിൽ വായിക്കും, ശ്രീഭഗവതിയെ വെക്കുക ചെയ്യുക, ചേട്ടയെ അടിച്ച് പുറത്താക്കിയിട്ട്. ഇന്ന് രാമായണ മാസമായി ആദ്യം തുടങ്ങും. അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന പബ്ലിക്കേഷനുകളിൽ എങ്ങനെ രാമായണം വായിക്കണം, അവിടുന്ന് തുടങ്ങും കൺഫ്യൂഷൻ. ആദ്യം ഗ്രന്ഥം തുറക്കുക, അതിൻ്റെ ഇത്ര വരി തള്ളുക, ഇത്രാമത്തെ അക്ഷരം തൊട്ട് വായിച്ചു തുടങ്ങുക, അപ്പോൾ ശുഭാശുഭം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ അങ്ങോട്ട് തുടങ്ങും. എങ്ങാനും തുറക്കണ പേജ് മാറി, വരി തെറ്റി, എണ്ണം തെറ്റി, കഴിഞ്ഞു. ആ മാസം മുഴുവൻ പിന്നെ നമ്മുടെ തലയിൽ നെഗറ്റീവാണ്. ഈശ്വര, ഭഗവാൻ എന്നെ ശപിച്ചു, എനിക്ക് ഭാഗ്യമില്ല, വല്ല ചൂർപ്പണകട ഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുറക്കുക. ഇതിനല്ല രാമായണം വായിക്കാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിവ്യാപാരം കൊണ്ടുള്ള കസർത്ത് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അകത്തുള്ള ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. ചൈതന്യം പറഞ്ഞാൽ തന്നെ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്തത് ചിത്തിന് അന്യമായതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭക്തിയോഗം കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒറ്റ ചരടിൽ കോർത്ത് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആക്കാൻ പറ്റും. ആ നെക്ലസ് വേണം നമ്മൾ ഭഗവാന്റെ കഴുത്തിലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഭഗവാൻ അത് കുറച്ചു നേരം ഇട്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് തരും. അതാണ് സാക്ഷാത്കാരം എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഭക്തിയും ജ്ഞാനവും കർമ്മവും ഒരേപോലെ പരിശീലിക്കണവന് ഇത് മൂന്നും അന്യോന്യം പരസ്പര പൂരകങ്ങളായിട്ട് താനെ ഉള്ളിലുണ്ടായി വരും.